ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൻ. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സായ ഖജൂർ ബർഫി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റും ആണ്. അപ്പം ഞാനിത് ഇതുപോലെ 3 ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ നോർമൽ ടൈപ്പ് ഈത്തപ്പഴമാണ്. കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നട്ട്സാണ്. നിങ്ങൾക്ക് ഏത് തരം നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ പീനട്ടും അതുപോലെ കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ള എള്ളും എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഞാൻ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ വെളുത്ത നമ്മുടെ ഈ എള്ള് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ എള്ള് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഈത്തപ്പഴം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നട്ട്സും പിസ്തയും ബദാമും ഒക്കെ ഇതിൽ ചേർക്കാം. അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എള്ള് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഒരു 1/4 ടീസ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത ആ നട്ട്സ് ഇതിലേക്ക് ഇട്ടിട്ട് അതും ചൂടാക്കി എടുക്കണം. അപ്പോഴും നല്ല ഒരു ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ഫസ്റ്റ് ചേർത്തത്, പക്ഷേ ഞാൻ ഫുള്ളായിട്ട് അത് ഫുള്ളായി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തത്രയും നട്ട്സ് ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ള് നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ ഗീയിൽ ഈ ഒരു നട്ട്സും ഈ എള്ളും കിസ്മിസും ഒക്കെ നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അത് നമ്മുടെ ഈ ബർഫിക്ക് നല്ലൊരു ടേസ്റ്റും കൂടിയായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ നട്ട്സ് കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ കിസ്മിസ് കൂടി ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും നമ്മുടെ ഈ ബർഫി ഈ ഗീയും അതുപോലെ ഈത്തപ്പഴം നട്ട്സ് ഒക്കെ കൂടി നല്ലൊരു ഹെൽത്തി ഡിഷ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആ ഗീയിലേക്ക് ഇപ്പോൾ നമ്മുടെ അരച്ച് വെച്ച ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് 6 മിനിറ്റെങ്കിലും നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമുക്കിതുപോലെ ഒട്ടുന്ന പരുവത്തിലാണ് ഉണ്ടാവുക. നമ്മളിത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റോളായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നിങ്ങൾ തീ കൂട്ടി ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മളിതിൽ വേറെ ഷുഗറിന് വേണ്ടി വേറെ പഞ്ചസാരയോ അങ്ങനെ ഒന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമാണ് ഇതിൽ. അപ്പോൾ അത് തന്നെ നല്ലൊരു സ്വീറ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സ് ആയിരിക്കും ഇത്. അപ്പോൾ ഞാനിതിലേക്ക് നട്ട്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ. ഓൾറെഡി നമ്മുടെ നട്ട്സ് ഒന്ന് ചൂടാക്കി ഇട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ഗീ ഇതനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് കുറേശ്ശെ ഗീ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 സ്പൂണോളം ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈത്തപ്പഴം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ പാകം നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഈത്തപ്പഴം കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ഡ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് അവിടെ വെച്ചിട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ.
ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത നല്ല ചൂടുണ്ട്. കുറച്ച് തണുത്തിട്ട് ചെയ്താലും മതി, പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ ചൂടോടെ ചെയ്യുമ്പോഴുള്ള പെർഫെക്ഷന് ആ സമയത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ചെറിയ രീതിയിലൊന്ന് ഗീ തടവിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാനൊരു ലഡു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിലെ പരിപാടികൾക്കും മറ്റുമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്വീറ്റ്സ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാറ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 3 രീതിയിൽ ഇപ്പോൾ ഇത് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ചൂടിൽ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലായിട്ട് കിട്ടും. കുറച്ച് തണുത്ത് കഴിയുമ്പോഴിതൊന്ന് ഉറച്ചു പോവും. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലും ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഗീയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ ബർഫിൻ്റെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറിൽ. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എള്ള് ഇതിലേക്ക് വെച്ചിട്ട് എള്ള് കൂടി ഒന്ന് ഇതിൽ കവർ ചെയ്തെടുക്കാം. ഈ എള്ള് നമ്മൾ ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ, നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഞാനിതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ സാധാരണ നോർമൽ ഇതിൽ വെച്ചിട്ട് 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ബർഫി നല്ല കറക്റ്റ് പാകമായിട്ട് വരും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. ഇത്രയും ഉറച്ച് കിട്ടിക്കഴിഞ്ഞാലേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ വളരെ കറക്റ്റായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് കാലമൊക്കെ സൂക്ഷിക്കാൻ പറ്റും, കാരണം ഇതിൽ മോശമായി പോകുന്ന സംഭവങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. ഇത് നമ്മുടെ ബർഫി നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ വേണ്ടി. ഇപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചൊന്ന് ഹാർഡായിരിക്കും, എന്നാലും നമുക്ക് മുറിച്ചെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല ബ്ലാക്ക് കളറിലെ ഈത്തപ്പഴമാണെങ്കിൽ നമുക്ക് ഈ ഒരു ബർഫി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇതുപോലത്തെ കളറുള്ള ഈത്തപ്പഴം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റമായ ഖജൂർ ബർഫി ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ ഈസി ആയിട്ടാണല്ലോ നമ്മളിത് തയ്യാറാക്കിയത്. കൂടുതൽ ഇൻഗ്രീഡിയൻസും നമുക്ക് ആവശ്യമില്ല, അതുപോലെ തന്നെ കൂടുതൽ ടൈമും നമുക്ക് ആവശ്യമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് റെഡിയാക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ സ്വീറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.